പൊട്ടറ്റോ റൈസിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അരിയും നമുക്ക് ആവശ്യത്തിന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവാൻ വയ്ക്കുന്നു. പൊട്ടറ്റോയിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പറും അതുപോലെ ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് വേപ്പിൻ്റെ ഇല, പച്ചമുളക്, മിൻറ്റ് ഇതെല്ലാം വറുത്തെടുക്കുകയാണ്. വറുത്തത് മാറ്റി വയ്ക്കുന്നു. ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ പൊട്ടറ്റോ വറുത്തെടുക്കുന്നത്. പൊട്ടറ്റോ 2 സെറ്റായിട്ട് വറുത്തെടുക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ. നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 2 സെറ്റായിട്ട് ഞാൻ അങ്ങനെ പൊട്ടറ്റോ വറുത്തെടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് അരിഞ്ഞു വെച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവോള റോസ്റ്റായി വരാൻ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ജസ്റ്റ് മൂടി വെച്ചിട്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പച്ചപ്പൊക്കെ വിട്ട് വരാൻ വേണ്ടിയിട്ട് വേവിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയാണ്. അതിൻ്റെയും ഏകദേശം അതിൻ്റെ പച്ചപ്പ് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് ആ പച്ചപ്പ് വിടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്തതിപ്പോൾ പെരുംജീരകമാണ്. പിന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകെല്ലാം ആഡ് ചെയ്തു. ശേഷം വേവിച്ച് വെച്ച റൈസും ആഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചട്ടിയിലിരിക്കുന്ന എല്ലാ ഐറ്റംസും റോസ്റ്റഡ് ആണ്. ഫ്ലെയിം കുറച്ചുകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എല്ലായിടത്തും മസാലയും ആ ടേസ്റ്റൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലായിടത്തും മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ഫൈനൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ട് ഒന്ന് നോക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്.